ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മറുപടി പറയാനൊക്കെ റഫീഖ് സലഫിക്കും കഴിയുമെന്ന് മാലോകരെ ഇടയ്ക്കെങ്കിലും ഒന്ന് അറിയിക്കണ്ടേ. അതിനുവേണ്ടിയുള്ള ഒരു ചെറിയ ശ്രമമൊക്കെ സലഫിയും നടത്തിയതായി കണ്ടു. സാധാരണ എന്തു പറഞ്ഞാലും പള്ളിക്കാട്ടുക്ക് സലാം പറഞ്ഞതുപോലെ ഒരു പ്രതികരണവും തിരിച്ചു കിട്ടാതിരിക്കുകയും എന്നാൽ പഠിച്ച പച്ചക്കളവുകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുകയും ചെയ്യുന്ന പതിവ് ശൈലിക്ക് വിരുദ്ധമായി ഒരു മറുപടി പറയാനുള്ള ശ്രമം സലഫി നടത്തിയതായി കണ്ടു. സുഹൃത്ത് സലാം സഖാഫി ഒരു വീഡിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളയുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളെ പരാമർശിച്ചുകൊണ്ട് ചെയ്തിരുന്നു. കേരളത്തിൽ പണ്ട് സക്കരിയ സ്വലാഹി തങ്ങൾക്ക് സൗദി അറേബ്യയിൽ അധികാരം കിട്ടിയാൽ പിറ്റേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പച്ചക്കുബ്ബ തകർക്കുമെന്നൊക്കെ വിളിച്ചു പറയുകയും അതിനുവേണ്ടി നോമ്പ് നോറ്റ് ജീവിക്കുകയും ചെയ്തതുപോലെ ഗൾഫിൽ ഏതോ ഇതുപോലെയുള്ള ഒരു അറബി മൗലവി തന്റെ തലച്ചോറ്റിൽ കയറിക്കൂടിയ ജൂദായിസത്തിന്റെ പ്രേരണയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധ റൗളയോടുള്ള വിരോധം തീർക്കാൻ അവിടെയുള്ള ചില വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ അവസരം കിട്ടിയത് ഉപയോഗപ്പെടുത്തി ഹബീബായ തങ്ങളുടെ പുണ്യമാക്കപ്പെട്ട ശരീരം അവിടുന്ന് മാറ്റണം എന്ന രീതിയിൽ കൊടുത്ത റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ചില പത്ര റിപ്പോർട്ടുകളെയൊക്കെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്ത വീഡിയോ ആയിരുന്നു അത്. ആ വീഡിയോയെ പൊക്കിപ്പിടിച്ച് തനിക്ക് മറുപടിയൊക്കെ പറയാൻ കഴിയും, ഞാൻ അത്ര മോശക്കാരനൊന്നുമല്ല എന്ന് നിരന്തരമായി സ്വന്തം അണികൾ എന്താണ് നിങ്ങൾ സുന്നികൾക്കാർക്കും മറുപടി കൊടുക്കാത്തത് എന്ന തൊഴുത്തിൽ കുത്തിന്റെ മുമ്പിൽ വീർപ്പുമുട്ടി മറുപടിയൊക്കെ തനിക്ക് പറയാൻ കഴിയുമെന്ന് വരുത്താൻ വേണ്ടി മൂപ്പര് രംഗത്ത് വന്നതാണ്. മറുപടിയൊക്കെ പറയാൻ കഴിയുമെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി രംഗത്ത് വന്ന സലഫിക്ക് വിടുവായുത്തത്തിനൊരു കുറവും ഉണ്ടായിട്ടുമില്ല. മൂപ്പര് സുന്നികളെ ഒന്നും മറുപടി പറയാതെ വിടൂല എന്നൊക്കെയാണ് വലിയ വായിൽ ഗർജിക്കുന്നത്. എന്നാൽ ഈ മുസ്ലിയാരോട് എനിക്ക് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾ ആയിരക്കണക്കിന് കളവുകളുമായി വന്നാലും അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവരുന്ന ഓരോ കളവുകളെയും ഞങ്ങൾ പിടികൂടും. എന്തൊരു വലിയ ഡയലോഗാ ഇതൊക്കെ അടിക്കുന്നത്. എന്ത് കളവ് പറഞ്ഞാലും മൂപ്പര് പിടികൂടും. അപ്പൊ റഫീഖ് സലഫി പറഞ്ഞ കുറെ മതവിരുദ്ധ ആശയങ്ങൾക്ക് പല സുന്നി പണ്ഡിതന്മാരും നൽകിയ മറുപടികൾക്ക് റഫീഖ് സലഫി മിണ്ടാതെ പച്ചപ്പൂച്ചയായി ഇരുന്നത് അതൊന്നും കളവല്ലാത്തത് കൊണ്ടാണ് എന്ന് തുറന്ന് സമ്മതിക്കുകയാണ്. ഞങ്ങൾക്കതിന് യാതൊരു പ്രയാസവുമില്ല. പ്രയാസമൊന്നുമില്ല. തീരെ എഴുന്നേൽക്കാൻ കഴിയാത്ത ഒരാള് ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് എഴുന്നേറ്റാലുണ്ട് എന്നൊക്കെ പറയുന്നത് പോലെയുള്ള വലിയ വായിലുള്ള വിടുവായിത്ത ഭീഷണി, ഇതൊക്കെ വാതൊടാതെ വിഴുങ്ങാൻ വഹാബി കുഞ്ഞാടുകളുടെ ജീവിതം ഇനിയും ബാക്കിയാണല്ലോ എന്ന് ആലോചിക്കുമ്പോ ചിരിക്കാനും വയ്യ, കരയാനും വയ്യ. റബ്ബ് ഞങ്ങളെ സഹായിച്ചാൽ മതി. കാരണം ഞങ്ങൾക്കറിയാം നിങ്ങൾ ഈ രൂപത്തിലുള്ള കളവുകളുമായി വരുമെന്ന്. ഇതൊക്കെ റഫീഖ് സലഫി കണ്ണാടിന്റെ മുമ്പിൽ ഇരുന്ന് ഒരു 10 വട്ടം രാവിലെയും വൈകുന്നേരവും പറയേണ്ട വാക്കുകളാണ്. ഇബിലീസിന്റെ സഹായത്തോടെ വീഡിയോയിൽ വന്ന് പച്ചയായി നുണ പറയുകയും ആ നുണക്ക് മറുപടിയായി വല്ലതും ആരെങ്കിലും പറഞ്ഞാൽ അന്ധനെ പോലെ, കണ്ണുപൊട്ടനെ പോലെ, പൂച്ച പാല് കുടിക്കുന്നത് പോലെ കണ്ണു ചിമ്പി ഇതാരും കേൾക്കുന്നില്ല, കേട്ടിട്ടില്ല എന്ന് വരുത്തി തീർക്കുന്ന ആ വലിയ തൊലിക്കട്ടിയുണ്ടല്ലോ സലഫി, ഇത് വെള്ളിയാഴ്ച വഹാബി മിമ്പറയിൽ നിന്ന് മൗലൈമാർ എന്തു പറഞ്ഞാലും വാതൊടാതെ വിഴുങ്ങുന്ന കുഞ്ഞാടുകളുടെ മുമ്പിലല്ല, പൊതുജനങ്ങൾ മുഴുവനും കേൾക്കുന്ന വീഡിയോയുടെ മുമ്പിലാണ് ഇതൊക്കെ പറയുന്നത് എന്ന സാമാന്യ ബോധമെങ്കിലും വേണ്ടേ സലഫി ഇതൊക്കെ പുലമ്പിക്കൊണ്ടിരിക്കുമ്പോ? നിങ്ങൾ കൊണ്ടുവരുന്ന വിഷയങ്ങളെ കുറിച്ച് വളരെ കൃത്യവും വ്യക്തവുമായ ധാരണയോടുകൂടെ തന്നെയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഈ പറഞ്ഞത് സത്യമാണ്. സുന്നി പണ്ഡിതന്മാർ ഇയാൾക്കെതിരെ പറയുന്ന മറുപടികളെ സംബന്ധിച്ച് കൃത്യവും വ്യക്തവുമായ ധാരണ അയാൾക്കുണ്ട്. അതുകൊണ്ടാണ് ഒരു വീഡിയോക്കും അയാൾ മറുപടി പറയാത്തത്. കാരണം മറുപടി ഇല്ലെങ്കിൽ പോലും മറുപടി പറയാൻ കഴിയുമെന്ന ഒരു ചെറിയ ആത്മവിശ്വാസമെങ്കിലും വിദ്വാന് വേണ്ടേ? അതുപോലും ഇല്ല എന്ന കൃത്യവും വ്യക്തവുമായ ധാരണ സുന്നി പണ്ഡിതന്മാർ പറയുന്നതിനെ സംബന്ധിച്ച് സലഫിക്ക് നല്ലോണമുണ്ട്. ഈ വിഷയങ്ങളൊക്കെ പഠിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നത്. എന്താണ് കുഞ്ഞാപ്പൂ ഇങ്ങനെയൊക്കെ കടന്നിട്ട് അലറണത്? വല്ല അർത്ഥവും വേണ്ട ഈ ഡയലോഗുകൾക്കൊക്കെ. വെറും കുഞ്ഞാപ്പൂ ആകാൻ പാടുണ്ടോ? അതുകൊണ്ട് നിങ്ങൾ ഏത് കളവ് പറഞ്ഞാലും അത് സിമ്പിളായി പൊളിച്ച് നിങ്ങളുടെ കയ്യിൽ തരും എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഇതുവരെ റഫീഖ് സലഫിക്കെതിരെ സുന്നി പണ്ഡിതന്മാർ പറഞ്ഞ മറുപടികളോടൊന്നും സലഫി പ്രതികരിക്കാത്തതും അതിലൊന്നും കളവുണ്ട് എന്ന് പറഞ്ഞു പിടികൂടാത്തതും അതിലൊന്നും കളവില്ലാത്തത് കൊണ്ടാണ് എന്ന് ഇതിലപ്പുറം എങ്ങനെയാ സലഫി തുറന്ന് സമ്മതിക്കുക? ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് മൂപ്പർക്ക് ഓർമ്മയായത്
ഞാൻ മുമ്പുള്ളതിനൊന്നും മറുപടി പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ ഈ ജാതി ഡയലോഗൊക്കെ അടിച്ചാല് അത് മലർന്നു കിടന്ന് തുപ്പുന്നത് പോലെയല്ലേ എന്ന്. അപ്പോൾ വീണെടുത്ത് കിടന്ന് ഉരുളാനുള്ള ഒരു ശ്രമം കൂടി റഫീഖ് സലഫി നടത്തുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഞാനിടുന്ന മറ്റുള്ള വീഡിയോക്ക് എന്താ നിങ്ങൾ മറുപടി പറയാത്തത് എന്ന്. മറുപടി പറയാത്തത് അതിലൊന്നും കളവില്ലാത്തത് കൊണ്ട് നിങ്ങൾ തന്നെ സമ്മതിച്ചില്ലേ. കളവുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കര സംഭവവും കുഞ്ഞോപ്പമാണ്, അത് പിടികൂടുന്നല്ലേ പറഞ്ഞത്. കളവില്ലാത്തത് കൊണ്ട് മിണ്ടാതിരുന്നു. ഇത് മനസ്സിലാക്കാൻ റഫീഖ് സലഫി അരിഹാരം കഴിച്ചാൽ മതി. ഇതുപോലെയുള്ള വിഡ്ഢികൾക്ക് ഞങ്ങൾ മറുപടി പറയാറില്ല. ഇതൊക്കെ മൗലവി വഹാബി മിമ്പറം വന്ന് കുഞ്ഞാടുകളോട് പൊലമ്പിയാ മതി. പൊതുജനങ്ങളോട് ഇതൊന്നും ചെലവാവൂല. വിഡ്ഢികളോട് ഇതൊരു അപാര ബുദ്ധിജീവിയാണ്. എന്തൊരു വലിയ ബുദ്ധിജീവിയാണ് ഈ കുഞ്ഞാപ്പു എന്നറിയോ. മൂപ്പരോട് മറുപടി പറയണോലൊക്കെ വിഡ്ഢികളും. ഇതൊക്കെ വഹാബി ഓഫീസിൽ മാത്രമേ ചെലവാകുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാറില്ല. ഇയാള് ഭയങ്കര സംഭവല്ലേ. മൂപ്പർക്ക് മറുപടി പറയണമെങ്കിൽ ചുരുങ്ങിയത് വൈറ്റ് ഹൗസിൽ പണയം വെക്കാൻ പറ്റിയ അപാര ബുദ്ധിരാക്ഷസന്മാരെ തന്നെ കിട്ടണം. പമ്പര വിഡ്ഢികളാണിവർ. ഈ ജാതി തോന്നിവാസം വിളിച്ചു പറയാനേ റഫീഖ് സലഫി എപ്പോഴും സമയം കാണാറുള്ളൂ. മാന്യമായ ഒരു വീഡിയോ ഇറക്കാൻ കഴിയാതെ ഈ ജാതി വിഡ്ഢികൾ അതുപോലെയുള്ള വാക്കുകൾ, ഈ അസഭ്യങ്ങളല്ലാതെ എന്ത് ആദർശ സലഫി നിങ്ങൾ പ്രതികരിക്കുമ്പോൾ നിങ്ങളെ വീഡിയോയിൽ ഉണ്ടാവാറുള്ളത്? അങ്ങനെ പറഞ്ഞതിൽ എന്റെ ശ്രോതാക്കൾ ക്ഷമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ കലാപരിപാടി ഉണ്ടല്ലോ, അതിനെങ്ങനെയാ മറുപടി അറിയോ? തരാനുള്ളത് നന്നായി രണ്ടെണ്ണം തന്നിട്ട് പൊരുത്തപ്പെടണമെന്ന് പറയലാണ്. പക്ഷെ നിയമം കയ്യിലെടുക്കാത്ത ഒരു സമൂഹത്തിലാണ് ഞങ്ങളൊക്കെ ഉള്ളത് എന്നതുകൊണ്ട് നിങ്ങളെ ഈ വെഡ്ഡി വേഷം തൽക്കാലം ഞങ്ങൾ കണ്ട് ആസ്വദിക്കുകയാണ്. പിന്നെ ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾ ജനങ്ങൾക്കിടയിൽ കൂടുതൽ തെറ്റിദ്ധാരണ ഉണ്ടാകുമ്പോൾ ആ വിഷയം കൈകാര്യം ചെയ്യുമെന്ന് മാത്രം. എങ്ങനെ സലഫി അതിന്റെ മാനദണ്ഡം? ജനങ്ങൾക്ക് കൂടുതൽ തെറ്റിദ്ധാരണ ഉണ്ടായ വീഡിയോ ഏതാണ് എന്നും അല്ലാത്ത വീഡിയോ ഏതാണ് എന്നും എന്ത് മാനദണ്ഡം വെച്ചാണ് ഈ സഖാഫിയുടെ വിഷയത്തിൽ നിങ്ങൾ തീരുമാനമെടുത്തത്? അദ്ദേഹം ഇവിഷയമായി ഇറക്കിയ വീഡിയോയേക്കാൾ കൂടുതൽ ആളുകൾ കണ്ട നിങ്ങളുടെ മതവിരുദ്ധ ആശയങ്ങൾ പൊളിച്ചടക്കി തന്ന മറ്റു കുറെ വീഡിയോകളില്ലേ? അതുപോലെ പല സുന്നി പണ്ഡിതന്മാരും ധാരാളം ആളുകൾ കേട്ട, ധാരാളം ആളുകൾ ഇടപെട്ട ഒരുപാട് വീഡിയോകൾ വേറെയും നിങ്ങൾക്കെതിരെ ഇറങ്ങിയിട്ടില്ലേ? നിങ്ങൾ അതാണ് മാനദണ്ഡമാക്കുന്നതെങ്കിൽ കൂടുതൽ ആളുകൾ കേട്ടതും ശ്രദ്ധിച്ചതുമായ വീഡിയോകൾക്കല്ലേ മറുപടി പറയേണ്ടത്? എന്തൊരു വൃത്തികെട്ട ന്യായീകരണ സലഫി ഇതൊക്കെ പറയുന്നത്. എന്നിട്ട് ഈ ജാതി ഡയലോഗൊക്കെ അടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളയുമായി ബന്ധപ്പെട്ട ആ വിവാദത്തിൽ ഇടപെട്ടുകൊണ്ട് റഫീഖ് സലഫി പറഞ്ഞ മറുപടിയിൽ അയാൾ പ്രധാനമായി പറഞ്ഞ ഒരു വിഷയം, ആരെക്കുറിച്ചാണോ ഈ വിവാദം ചേർത്തി പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അയാൾ പറഞ്ഞിക്കണ് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് ന്യായീകരണം വെച്ചുകൊണ്ടാണ്. ഈ വിഷയത്തിൽ ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചാണോ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് ആ വ്യക്തിയുടെ സംസാരം തന്നെ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു. ഭയങ്കര സംഭവന്യ സലഫി ഇത്. കേരളത്തിന്റെ കവലകളിൽ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗവും ആയത്തും ഹദീസും വെച്ച് വ്യാഖ്യാനിച്ച് വിളിച്ചു പറഞ്ഞ മതാശയങ്ങൾ പിന്നൊരു സുപ്രഭാതത്തിൽ വന്ന് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറഞ്ഞ് ജീവിതത്തിന്റെ നല്ല പാതിയും വിളിച്ചു പറഞ്ഞ ആശയങ്ങൾ കളവാക്കുന്ന മൗലൈമാരെ ഒരുപാട് കണ്ടവരാണ് കേരളത്തിൽ. രാവിലെ ആയത്തും ഹദീസും വെച്ചു പറഞ്ഞ മതാശയങ്ങൾ വൈകുന്നേരമാകുമ്പോ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന നൂറുകണക്കിന് മൗലവിമാരെ കണ്ട കേരളക്കാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധ റൗളയിൽ വിവാദ പരാമർശങ്ങൾ നടത്തി ലോകത്ത് കുപ്രസിദ്ധിയായപ്പോ അതിൽ നിന്ന് തടിയൂരാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് കേരളത്തിലെ മൗലവിമാരെ കോപ്പിയടിച്ചു പറയുന്ന മറ്റൊരു മൗലവി എന്നല്ലാതെ എങ്ങനെയാണ് അത് തെളിവാവുക സലഫി? അങ്ങനെ എത്രയോ ഉദാഹരണങ്ങളില്ലേ. നിങ്ങളുടെ കാര്യത്തിൽ തന്നെ ഇതുപോലെയുള്ള കളവുകളില്ലേ. നേരത്തെ പറഞ്ഞ ആശയങ്ങൾ അങ്ങനെ ഒന്നും ഞങ്ങൾ പറഞ്ഞിട്ടേ ഇല്ല എന്ന് പിന്നെ പച്ചയായി നിങ്ങൾ എത്ര കള്ളം പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ അയാളും പറഞ്ഞു എന്നല്ലാതെ അതിലപ്പുറം എന്ത് തെളിവാണ് അതിലുള്ളത്? നിങ്ങൾക്ക് ഓർമ്മയില്ലേ കേരളത്തിന്റെ കവലകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയുന്നതുമായി ബന്ധപ്പെട്ട് സുന്നികളെ വെല്ലുവിളിക്കാനും മദ്ഹ് പറയാൻ ഖുർആനിൽ തെളിവില്ല എന്ന് ന്യായീകരിക്കാനും സുന്നികളോട് മദ്ഹ് പറയാനുള്ള തെളിവ് ചോദിക്കാനും രംഗത്ത് വന്ന മൗലവിമാരെ മുജാഹിദ് ബാലുശ്ശേരി എത്ര വലിയ ആക്രോശം നടത്തിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയുന്നതിന് തെളിവ് ചോദിക്കുന്നത്. മദ്ഹ് പറയാനല്ല അല്ലാഹു തആല പറഞ്ഞത് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയാൻ അല്ലാഹ് പറഞ്ഞിട്ടേ ഇല്ല. ഇത് മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന റഫീഖ് സലഫിയുടെ ഇടത്തോ വലത്തോ വെച്ച് പൂട്ടാവുന്ന വേറൊരു മൗലവി പറയുന്നതാണ്. റസൂലുള്ളാഹിനെ പിന്തുടരാനാ പറയുന്നത് കേട്ടോ. ഖുർആനിൽ ഒരിടത്തും റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാൻ പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുന്നതിനെ പറ്റിയാണ് ഈ പറയുന്നത്. കേവലം ഇസ്തിഗാസ നടത്തുന്നതിനെ പറ്റിയല്ല. ഇനി അങ്ങനെ ന്യായീകരിക്കണ്ട. നബിദിനത്തിൽ മദ്ഹ് പറയുന്നതിനെ പറ്റിയുമല്ല. നിരുപാധികം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
വസല്ലമ തങ്ങളുടെ മദ്ഹു പറയുന്നതിനെയാണ് ഈ പരാമർശിക്കുന്നത്. എവിടെയും പറഞ്ഞിട്ടില്ല, ആധികാരികമായി തന്നെ പറയുന്നത്. വളരെ ഗൗരവത്തിലുമാണ് പറയുന്നത്, വളരെ ബോധത്തോടു കൂടിയുമാണ് പറയുന്നത്. ഇതിലപ്പുറം എങ്ങനെയാ പറയാനുള്ളത്? ഹബീബായ തങ്ങളുടെ മദ്ഹു പറയുന്നതിനെതിരെയാണ് ഈ മൗലവി അട്ടഹസിക്കുന്നത്. ആ മദ്ഹു പറയാനുള്ള തെളിവാണ് ഇയാൾ ചോദിക്കുന്നത്. റസൂലുള്ളാഹിന്റെ മദ്ഹു പറഞ്ഞോളൂ നിങ്ങൾ ഖുർആനിൽ ഒരിടത്തിലില്ല. വെറുതെ പറയാം, വെറുതെ. ആ കാര്യത്തിൽ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ആ കാര്യം ചർച്ച ചെയ്യുന്ന ഏത് സദസ്സും ഒരുക്കാൻ നമുക്ക് യാതൊരു പണിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹു പറയാൻ ഇസ്ലാമിക പ്രമാണങ്ങളിൽ പരാമർശങ്ങളില്ല എന്ന് പറഞ്ഞ് മദ്ഹു പറയുന്നതിനെതിരെ കേരളത്തിന്റെ കവലകളിൽ അട്ടഹാസം മുഴക്കി വന്ന മൗലവിമാരുടെ മുമ്പിൽ തെളിവ് ബോധ്യപ്പെടുത്താനും മുസ്ലിം ജനസാമാന്യത്തെ ഹബീബായ തങ്ങളുടെ മദ്ഹു പറയുന്ന ആ മധുരമായ പ്രവണതയിൽ നിലനിർത്താനും മൗലവിമാരെ ഗണ്ണിച്ച് അവർക്കെതിരെ തെളിവ് പറയാനും എത്രയാണ് സുന്നത്തി ജമാഅത്തിന്റെ ആലിമീങ്ങൾ സമയം ചെലവിട്ടത്, അതിനുവേണ്ടി എത്രയാണ് സുന്നി പ്രസ്ഥാനങ്ങൾ സമ്പത്ത് ചെലവഴിച്ചത്, എത്രയാണ് അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തത്. എന്നാൽ ഇപ്പോ ഇതേ റഫീഖ് സലഫി ഒരു ഉളുപ്പുമില്ലാതെ വന്നു പറയാണ് മുജാഹിദീങ്ങൾ മദ്ഹു പറയുന്നതിന് എതിരേ അല്ല. അതുകൊണ്ട് മദ്ഹു പറയുന്നത് ഞങ്ങൾ എതിരല്ല. മൗലവി, നിങ്ങളൊക്കെ ഒരു കരിക്കട്ടെടുത്തിട്ട് ചോരിൽ വരച്ചിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കണ്ടി നീളം വലുപ്പം എത്ര ഉണ്ട് എന്നുള്ളത്. ഈ ജാതി നുണ പറയാൻ പാടുണ്ടോ? നിങ്ങളൊക്കെ എത്രയാണ് മദ്ഹു പറയുന്നതിനെതിരെ കേരളത്തിന്റെ കവലകളിൽ ഒച്ചവെച്ചത്? എന്നിട്ട് ഇപ്പൊ വന്ന് പറയാണ് മദ്ഹു പറയുന്നതിന് ഞങ്ങൾ എതിരേ ആയിട്ടില്ല. ഇതുപോലെയാണ് മൗലവി നിങ്ങൾ കൊണ്ടുവന്ന മറ്റേ മൗലവിന്റെ കഥ. ഹബീബായ തങ്ങളുടെ റൗളക്കെതിരെ വിവാദ പരാമർശം നടത്തി കുപ്രസിദ്ധനായപ്പോ അതിൽ നിന്ന് തലയുയരാൻ വേണ്ടി പിന്നെ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് വിളിച്ചു പറയുന്ന വിടുവായിത്വം അതെങ്ങനെ തെളിവാവും സലഫി? ഇനി റഫീഖ് സലഫി ഇങ്ങനെ മോങ്ങാണ്. ഹബീബായ തങ്ങളുടെ മദ്ഹു ഞങ്ങൾ ഭയങ്കര പറച്ചിൽ പറയലുണ്ട് എന്നാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മദ്ഹു പറയുന്നത് തെറ്റാണ് എന്ന് സലഫികൾ പറയുന്നുണ്ടോ? അങ്ങനെ നിങ്ങൾ പറയണില്ല. മദ്ഹു പറയാൻ ഖുർആനിൽ ഒരു തെളിവും കാണാത്ത സാധുക്കളാണ് നിങ്ങൾ. ഹബീബായ തങ്ങളുടെ മദ്ഹിനെതിരെ കേരളത്തിന്റെ കവലകളിൽ കാലങ്ങളോളം ഒച്ചവെച്ച മഹാപാപികളാണ് നിങ്ങൾ. അങ്ങനെയുള്ള വൃത്തികെട്ട ആശയം കേരളത്തിന്റെ കവലകളിൽ വിസർജിച്ച നിങ്ങളിപ്പോ അങ്ങനെ ഒരു ആശയം പറഞ്ഞിട്ടേ ഇല്ല എന്ന് പുലമ്പാണ്. ഇതുപോലെയുള്ള രീതി നിങ്ങളെ കോപ്പി അടിച്ച് നിങ്ങൾ കൊണ്ടുവന്ന മൗലവിയും ചെയ്തു, ഗൾഫിലെ മൗലവി. സമസ്തക്കാരെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളെക്കാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹു പറയുന്നവരാണ് ഞങ്ങൾ. എന്നു മുതൽ സലഫി നിങ്ങൾക്ക് ഈ മദ്ഹിന് ഖുർആനിൽ തെളിവിട്ടിയത്? ഹബീബായ തങ്ങളുടെ മദ്ഹു പറയാൻ എന്നങ്ങൾക്ക് ഇസ്ലാമിൽ പ്രമാണം കിട്ടിയത്? അങ്ങനെ പ്രമാണമുണ്ടെന്ന് പഠിപ്പിക്കാൻ എത്രയാണ് സുന്നത്തി ജമാഅത്തിന്റെ ആലിമീങ്ങൾ ഈ രാജ്യത്ത് കഠിനാധ്വാനം ചെയ്തത്? എന്നിട്ടൊരു ഉളുപ്പില്ലാതെ അങ്ങനെ ഒരു ആശയമേ നിങ്ങൾ പറഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പൊ പറയുന്നത്. ഇതായിരുന്നു ഒരു മറുപടി. പിന്നെ ഉണ്ടായിരുന്ന റഫീഖ് സലഫിയുടെ ഒരു പരാമർശം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൂമേനി അവിടുന്ന് മാറ്റാൻ പറ്റൂല. കാരണം ഒരു പ്രവാചകൻ എവിടെയാണോ വഫാത്താകുന്നത് അവിടെ തന്നെയാണ് മറവ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം മാറ്റാൻ പറ്റൂല എന്നാണ് റഫീഖ് സലഫി പറയുന്ന ഒരു മാന്യമായ മറുപടി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താവുമ്പോ അവിടത്തെ എവിടെ മറവ് ചെയ്യണമെന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവിടെ വെച്ചുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടത്തിയ പരാമർശം ഉദ്ധരിച്ചുകൊണ്ടാണ് സലഫി ഇത് പ്രസ്താവിക്കുന്നത്. മഹാനവറുകൾ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂല് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അമ്പിയാക്കന്മാർ എവിടെയാണോ മരിച്ചു വീഴുന്നത് അവിടെ തന്നെയാണ് അവർക്ക് ഖബറൊരുക്കേണ്ടത് എന്ന് എൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഉദ്ധരിച്ചപ്പോൾ അതോടുകൂടെ സഹാബാക്കൾക്കിടയിലുള്ള ആ വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസം ഇല്ലാതാകുകയും അവരെല്ലാവരും ഒരേ അഭിപ്രായത്തോടുകൂടെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് അവിടുത്തെ ഖബർ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് ഖബറടക്കേണ്ടത് എന്ന് അവരൊക്കെ പറയുകയും അങ്ങനെ അവർ എടുത്ത തീരുമാനമാണത്. ഇത് മാത്രമാണ് ഹബീബായ റൗളയുമായി നിങ്ങൾക്കുള്ള ബന്ധം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടെയാണോ വഫാത്തായത് അവിടെ മറവ് ചെയ്തു. അതിലപ്പുറം പരിശുദ്ധ റൗളക്ക് എന്തെങ്കിലും ഒരു പ്രാധാന്യം വഹാബികളെ നിങ്ങളുടെ വിശ്വാസത്തിലുണ്ടോ? കേരളത്തിലെ ഏതെങ്കിലും ഒരു പള്ളിക്കാട്ടിൽ മരണപ്പെട്ട് കിടക്കുന്ന മുഹമ്മദിന്റെ ഖബറിൽ നിന്ന് വ്യത്യസ്തമായി ഹബീബായ തങ്ങളുടെ റൗളക്ക് എന്തെങ്കിലും ഒരു പ്രാധാന്യം ഖബർ എന്ന നിലക്ക് നിങ്ങൾ നൽകുന്നുണ്ടോ? ഖബർ സിയാറത്ത് ചെയ്യുന്നത് രണ്ട് കാര്യത്തിനാണ്, മരണത്തെ ഓർക്കാനും ഖബറാളിക്ക് വേണ്ടി ദുആ ചെയ്യാനും എന്നാണ്. ഇത് രണ്ടിന്റെയും അപ്പുറത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളയിൽ അവിടുത്തെ തിരുശരീരം മറവ് ചെയ്യപ്പെട്ട ആ മണ്ണിന് എന്തെങ്കിലും ഒരു മഹത്വം നൽകുന്നുണ്ടോ? ഇത് മാത്രമാണ് ആ ഹബീബായ റൗളയോട് നിങ്ങൾക്കുള്ള ബന്ധം. അതിനപ്പുറത്ത് ആ ഹബീബായ തങ്ങളുടെ പൂമേനി മറവ് ചെയ്യപ്പെട്ട ആ മണ്ണിന് എന്തെങ്കിലും ഒരു പ്രാധാന്യം, എന്തെങ്കിലും ഒരു മഹത്വം നിങ്ങളുടെ വിശ്വാസത്തിൽ ഇല്ല. മാത്രമല്ല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം തേടി ആരെങ്കിലും മദീന സിയാറത്തിന് വേണ്ടി പുറപ്പെട്ടാൽ ശബരിമല
പ്രദക്ഷിണം ചെയ്യാൻ പോകുന്ന അമുസ്ലിം വിശ്വാസിയുടെ വിശ്വാസമാണ് ഹബീബായ തങ്ങളുടെ മദീന സിയാറ സന്ദർശിക്കാൻ പോയ മുസ്ലിമിന്റേതെന്ന് പച്ചയായി എഴുതി വെച്ച കുപ്രസിദ്ധരായ മൗലവിമാർ കേരളത്തിൽ കഴിഞ്ഞുപോയിട്ടുണ്ട്. ഇതാണ് നിങ്ങൾക്ക് റൗളയോടുള്ള ബന്ധം. പക്ഷേ റഫീഖ് സലഫി, നിങ്ങൾ ഈ ന്യായീകരണം പറഞ്ഞതുകൊണ്ട് മാത്രം റൗളയെ നിങ്ങൾ അംഗീകരിക്കുകയോ പരിഗണിക്കുകയോ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ആ റൗളയിൽ നിന്ന് അവിടെ മറവ് ചെയ്യപ്പെട്ട ഖബറുകൾ മാറ്റി ജന്നത്തുൽ ബഖീയിലേക്ക് കൊണ്ടുപോകുന്നത് നിരുപാധികം എതിരാണ് എന്ന് പറയാനും നിങ്ങൾക്ക് നിർവാഹമില്ല. ഇനിയും ചോദിക്കട്ടെ സലഫി, നിങ്ങൾ ഖബറുകളുടെ മുകളിൽ ബിൽഡിംഗ് എടുക്കാൻ പാടില്ല, കുബ്ബയെടുക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ആളുകളാണ്. എങ്കിൽ ചോദിക്കട്ടെ സലഫി, ഒരു കെട്ടിടത്തിന്റെ ഉള്ളിൽ ഒരു മനുഷ്യനെ മറവ് ചെയ്യാൻ പാടുണ്ടോ? അങ്ങനെ മറവ് ചെയ്താൽ ആ മറവ് ചെയ്ത ഉടനെ ആ കെട്ടിടം പൊളിച്ചു നീക്കണ്ടേ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ മറവ് ചെയ്തത് അവിടെ വെച്ചാണ് അവിടുന്ന് വഫാത്തായത് എന്ന കാരണം കൊണ്ടാണ് എന്ന് പറയുന്ന സലഫിയോട് ചോദിക്കട്ടെ, ആ വീടിന്റെ ഉള്ളിൽ ഹബീബായ തങ്ങളെ മറവ് ചെയ്തതിന്റെ ശേഷം ആ വീടിന്റെ മുകളിലുള്ള കെട്ടിടം, ആ വീടിന്റെ മുകളിലുള്ള മേൽക്കൂര ഖബറിന്റെ മുകളിൽ ബിനാവ് പാടില്ല എന്ന ന്യായം പറഞ്ഞ് സ്വഹാബികൾ മാറ്റിയിട്ടുണ്ടോ? എന്തുകൊണ്ട് അവരത് മാറ്റിയില്ല? അതല്ല, ആദ്യം ബിൽഡിംഗ് ഉണ്ടാക്കി ആദ്യം ബിനാ എടുത്ത് പിന്നെ മറവ് ചെയ്താൽ കുഴപ്പമില്ല എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? ഇതിന്റെയും പുറമെ ചോദിക്കട്ടെ സലഫി, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യമാക്കപ്പെട്ട ശരീരം അവിടുന്ന് മാറ്റുന്നതിനു മാത്രമുള്ള മറുപടിയെ നിങ്ങളുടെ ഈ ന്യായീകരണത്തിനുള്ളൂ. എന്നാൽ ചോദിക്കട്ടെ, മഹാനായ സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തോടടുത്ത രോഗത്തിൽ കിടക്കുമ്പോൾ തന്റെ സഹപ്രവർത്തകന്മാരായ സ്വഹാബികൾ ഉൾക്കൊള്ളുന്ന തന്റെ അണികളോട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ റൗളന്റെ മുമ്പിൽ ചെന്ന് വഫാത്തായ ഹബീബിനോട് അനുമതി തേടി സമ്മതം കിട്ടിയാൽ എന്നെ റൗളയിൽ മറവ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ലോകത്തോട് വിട പറയുകയും വഫാത്തിന്റെ ശേഷം ഹബീബായ തങ്ങളെ വിളിച്ച് അനുമതി തേടി വിശുദ്ധ റൗളയിൽ തന്നെ സിദ്ദീഖ് തങ്ങളെ ഹബീബായ തങ്ങളുടെ അനുമതി പ്രകാരം മറവ് ചെയ്യുകയും ചെയ്തതിനോട് ഏത് നിലയിലാണ് നിങ്ങൾ യോജിക്കുന്നത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളാവുന്ന പ്രവാചകനുള്ള ആനുകൂല്യം നിങ്ങളുടെ വിശ്വാസത്തിൽ സിദ്ദീഖ് തങ്ങൾക്കുണ്ടോ? കുത്തേറ്റ് വീണ് പടയുമ്പോഴും മരണാസന്ന സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ അവിടത്തേക്ക് വേണ്ടി മാറ്റിവെച്ച 6 അടി മണ്ണ് ഹബീബായ തങ്ങളെ മറവ് ചെയ്ത പുണ്യമാക്കപ്പെട്ട ആ തിരുശരീരത്തിന്റെ ചാരത്ത് ലഭിക്കുമോ എന്ന് അന്വേഷിച്ച് അതിനുവേണ്ടി പ്രയത്നിച്ച സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പൂമേനി അവിടെ മറവ് ചെയ്തതിനെ എങ്ങനെയാണ് നിങ്ങൾ ന്യായീകരിക്കുന്നത്? അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് അതിന് ന്യായമുള്ളത്? അവിടെ മറവ് ചെയ്തതിന് എന്താണ് നിങ്ങൾക്ക് ന്യായമുള്ളത്? സ്വഹാബത്ത് എല്ലാവരും അത് അംഗീകരിച്ചു എന്നാണെങ്കിൽ അങ്ങനെ സ്വഹാബത്ത് അംഗീകരിച്ച പലതും പിന്നീട് ആവശ്യമില്ല എന്ന ന്യായം പറഞ്ഞു നിങ്ങൾ ഒഴിവാക്കിയവരല്ലേ? സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു 2 ബാങ്ക് കൊടുത്തത് നിങ്ങൾ ഇന്ന് ഒഴിവാക്കിയത് അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ലേ? ഇബ്ലീസിന്റെ വിഴുപ്പ് പേറി അത് തൗഹീദാണെന്ന് വിശദീകരിച്ച് മുസ്ലിം സമുദായത്തെ വഞ്ചിക്കുന്ന ഇബ്ലീസിന്റെ അണികളാണ് നിങ്ങൾ. അത് പറ്റില്ലെന്ന് പറഞ്ഞ് അവിടെ നിന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിനെ മറ്റൊരിടത്തേക്ക് നീക്കം ചെയ്യുക എന്നത് ഒരിക്കലും മുസ്ലിം ലോകം അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല. പരിപൂർണമായി റൗളയുടെ ഘടനയോടും വിശുദ്ധ മണ്ണിനോടും പൂർണ്ണാർത്ഥത്തിൽ കടപ്പാട് പുലർത്തുന്ന ന്യായീകരണമല്ല സലഫി നിങ്ങളുടെ ഈ മറുപടിയിലുള്ളത്. അങ്ങനെയുള്ളൊരു തീരുമാനം ഒരിക്കലും സൗദിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയുമില്ല. ഉണ്ടായാൽ ലോകത്ത് മുസ്ലിമീങ്ങൾ എല്ലാവരും അതിനെതിരെ ശബ്ദിക്കുകയും ചെയ്യും. മുസ്ലിമീങ്ങൾ ശബ്ദിക്കും എന്നത് നിങ്ങൾക്കതിൽ വിശ്വാസമുണ്ട് എന്നതിനുള്ള തെളിവല്ല. നിങ്ങൾ ഹബീബായ തങ്ങളുടെ റൗളക്ക് മുകളിലെ കുബ്ബ, ആ കുബ്ബയെ നിങ്ങൾ പൊളിക്കാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങൾ മുസ്ലിം ലോകത്തിന്റെ വികാരവിധേയാകുമെന്ന് പേടിച്ചിട്ടല്ലേ? മുസ്ലിം ലോകം എതിരാകുമെന്ന് കരുതി ആ വിശുദ്ധ കുബ്ബ അവിടുത്തെ ഭരണകൂടം പൊളിച്ചെറിഞ്ഞില്ല എന്നതുകൊണ്ട് മാത്രം കേരളത്തിലെ വഹാബികൾ ആ കുബ്ബക്ക് അനുകൂലമാണെന്ന് മുസ്ലിമീങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? പറ്റൂല എന്ന് മാത്രമല്ല, നിങ്ങളുടെ കയ്യിൽ അധികാരം കിട്ടിയാൽ മുസ്ലിം ലോകത്തിന്റെ വികാരം പരിഗണിക്കാതെ തന്നെ അത് തകർക്കുമെന്ന് വിളിച്ചു പറഞ്ഞ പാപികളും പരമദ്രോഹികളുമായ വിഭാഗമല്ലേ നിങ്ങൾ? അതുകൊണ്ട് ഈ ന്യായീകരണം പൂർണ്ണമല്ല എന്ന് മാത്രമല്ല, പരോക്ഷമായി ഹബീബായ റൗളയോടുള്ള ആദർശരാഹിത്യവും താല്പര്യക്കുറവും മുഴച്ചു നിൽക്കുന്ന ന്യായീകരണമാണ് നിങ്ങളുടെ വീഡിയോയിലൊക്കെയുള്ളത്.